പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമസ്കാരം. നമ്മൾ കെമിസ്ട്രിയിൽ എങ്ങനെയാണ് ഫോർമുലാസ്, കെമിക്കൽ ഫോർമുല എങ്ങനെയാണ് എഴുതുക എന്ന് നമ്മൾ പഠിച്ചു വരികയാണ്. അപ്പം നമ്മളിപ്പോൾ ചെറിയ ചെറിയ ഫോർമുലകളൊക്കെ എങ്ങനെയാണ് സോഡിയം ക്ലോറൈഡ് എന്ന് എഴുതുക, അങ്ങനെ തന്നെ ഹൈഡ്രജൻ ക്ലോറൈഡ് എങ്ങനെയാണ് എഴുതുക, അങ്ങനെ നമ്മൾ ചെറുതായിട്ട് പഠിച്ചു. ഇനി വേറൊരു വിഭാഗമുണ്ട്, അത് അതിന് പറയാം റാഡിക്കൽ എന്നാണ് പറയുക. എന്താ പറയുക? റാഡിക്കൽസ്. ഈ റാഡിക്കൽസ് നമുക്ക് എങ്ങനെയാണ് അത് ഉപയോഗിച്ച് ഫോർമുല എഴുതുക എന്ന് പഠിക്കുക. എന്താണ് റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ അറിയണം. അതായത് നമ്മൾ ചിലപ്പോൾ സോഡിയം ക്ലോറൈഡിൻ്റെ കാര്യം എടുക്കുക. ഈ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ NaCl. ഈ സോഡിയം ഇത് ആറ്റാണ്. എന്താണ്? ഇത് ആറ്റാണ്. ഇതും ആറ്റാണ്. അപ്പോൾ ഈ ആറ്റങ്ങൾ ചേർന്നിട്ടാണ് ഈ മോളിക്യൂൾ ഉണ്ടാവുന്നത്. അപ്പോൾ സോഡിയം ഇത് ഈ സോഡിയത്തിന്റെ ഒരു ആറ്റവും ക്ലോറിന്റെ ഒരു ആറ്റവും ചേർന്ന് ആറ്റം ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ഇതിന്റെ ഒരു മോളിക്യൂൾ ഉണ്ടാവുന്നത്. എന്താ ഉണ്ടാവുന്നത്? മോളിക്യൂൾ. അപ്പോൾ മോളിക്യൂളിൽ ഇതിങ്ങനെ സോഡിയം ഇങ്ങനെ Na, ഇതും തമ്മിൽ ഇത് ക്ലോറിൻ, ഇങ്ങനെ രണ്ട് ആറ്റംസ് ഒട്ടിയിട്ട് ഇപ്പൊ ഇതിലെങ്ങനെ ഒട്ടി നിൽക്കും. മനസ്സിലായ? വെറുതെ ഇങ്ങനെ ഒട്ടി നിൽക്കും. അപ്പൊ അതിൽ നമുക്ക് അതിനെ പിടിച്ച് അടർത്തിയെടുത്ത് കഴിഞ്ഞാൽ സോഡിയം ക്ലോറിൻ നമുക്ക് കിട്ടും. ഇങ്ങനെ ഒട്ടിയിട്ട് ഇതൊരു മോളിക്യൂളായിട്ടുണ്ടാവും. മനസ്സിലായ? ഇങ്ങനെ Naയും Clയും കൂടിയിട്ട് മോളിക്യൂളായിരിക്കും. ഇനി ഓക്സിജന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഹൈഡ്രജൻ, ഇത് ഹൈഡ്രജൻ, ഓക്സിജൻ, ഇത് ഓക്സിജൻ. അപ്പൊ ഇത് രണ്ടും നമ്മൾ കൂടിച്ചേരുകയാണെങ്കിൽ, ഇതും കൂടിച്ചേരുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും വെച്ചാല് ഇതിന് നമുക്കറിയാം സാധാരണ ഇങ്ങനെയാണ് കൂടിച്ചേരുക. ഹൈഡ്രജൻ ഓക്സിജൻ. വലിപ്പം കുറച്ച് കുറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? കുഴപ്പമില്ല. അപ്പോ ചിലപ്പം മനസ്സിലായ? എന്താണ് ഇതിന് കാരണം? ഇങ്ങനെ രണ്ട് H പിടിക്കാൻ കാരണം ഇതിന് എത്രയാണ്? ഹൈഡ്രജന് എന്താണ് ഉള്ളത്? ഹൈഡ്രജന് ഒരു വാലൻസി ഉള്ളത് അല്ലേ? ഹൈഡ്രജന് 1, അതായത് ഒരു ഇലക്ട്രോണിനെ ഒരു പോസിറ്റീവ് 1ഉം ഇതിന് എത്ര സ്വീകരിക്കാനുള്ള കഴിവുണ്ട്? ഇതിന് വാലൻസി 1, ഇതിന് വാലൻസി എത്രയുണ്ടെന്ന് അറിയൂ? 1, 2. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ 2 ഹൈഡ്രജൻ വേണം. എന്ത് വേണം? യോജിക്കണമെങ്കിൽ 2 ഹൈഡ്രജൻ വേണം. കാരണം എന്താ? ഇതിന് ഒരു കയ്യല്ലോ, ഹൈഡ്രജന് ഒരു കൈയുള്ളൂ. അതായത് ഒരു വാലൻസിയാണ് ഹൈഡ്രജന് ഒരു വാലൻസി. പക്ഷെ ഓക്സിജൻ എന്ത് വേണം? 2 വാലൻസി. നമ്മൾ പഠിച്ചിട്ടുള്ളതാണത്. ഹൈഡ്രജന് ഒരു ഇലക്ട്രോണിന് കൊടുക്കാൻ പറ്റുള്ളൂ. അതേസമയം ഓക്സിജന് 2 ഇലക്ട്രോൺ വേണം. ആണ് നമ്മൾ 2 വാലൻസി എന്ന് പറയുന്നത്. അതും സ്വീകരിക്കുകയാണ്. ഓക്സിജൻ സ്വീകരിക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഹൈഡ്രജനിൽ നിന്ന് ഒരു ഓക്സിജന് എത്ര ഇത് കിട്ടും? ഇലക്ട്രോൺ കിട്ടും. ഒരു ഇലക്ട്രോണേ കിട്ടുള്ളൂ അല്ലേ? അപ്പൊ അതിന് മതിയാവില്ല അല്ലേ? നമ്മൾ മതിയാവില്ല. നമ്മളെപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ മതിയാകുമ്പോഴേ നിർത്തുള്ളൂ അല്ലേ? അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാല് ഇതിന് ഒരെണ്ണം കൂടിയും ഉണ്ട്. അപ്പൊ ഒരെണ്ണം കൂടിയും അതിനിങ്ങനെ കിട്ടാൻ കൊതിയായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ 2 എണ്ണം കൂടി ചേർന്നിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുക? ഇത് ജോയിന്റ് ചെയ്യുക. അപ്പോൾ ഇതിന്റെ ഫോർമുല എങ്ങനെയാവും? ഇങ്ങനെയാണ് വരിക. H
ന്റെ 1 ഓക്സിജന്റെ 2 നമുക്കറിയാം അല്ലേ. അപ്പോ 2 ഇതിന് 1 അപ്പൊ ഇവിടെ 2 വരണമെങ്കിൽ 2 എന്തെടുക്കണം? H വേണം. ഇവിടെ 2 അപ്പൊ 2 എടുക്കുമ്പോ 2 ആയി. അവിടെ ഇതാക്കുമ്പോ H2O എടുക്കുക. എളുപ്പവഴി നമ്മൾ പറഞ്ഞു. ഇത് ഇങ്ങോട്ട് കൊണ്ടെഴുതുക, ഇത് ഇങ്ങോട്ട് കൊണ്ടെഴുതുക അല്ലേ. H2O 1 എഴുതണ്ടെന്ന് പഠിച്ചു. ഇനി നമ്മള് ഒരു കാര്യം പഠിച്ചതെന്ന് വെച്ചാല് ഈ മൂലകങ്ങളുടെ സ്വഭാവം നോക്കുകയാണെങ്കിൽ മനുഷ്യന്മാരുടെ സ്വഭാവം തന്നെയാണ് ഉള്ളത്. എന്താണ്? മനുഷ്യന്മാരുടെ സ്വഭാവം തന്നെയാണ് ഈ മൂലകങ്ങളും കാണിക്കുക. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മള് ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു 19 പേര് ടൂറ് പോവാൻ ഒരു കാട്ടിലേക്ക് ടൂറ് പോകാൻ വിചാരിക്കുക. അവിടെ ചെല്ലുമ്പോ അവരൊക്കെ നെല്ലിമരം കണ്ട് കുറെ നെല്ലിക്കണ്ട് പൊട്ടിച്ച് ഒരു കുന്ന് നെല്ലിക്ക കിട്ടി. അതിൽ 1-2 പേർക്ക് കയറാൻ അറിയുന്നവർ കയറിയിട്ടാണ് പൊട്ടിച്ചൊരു കുന്ന് നെല്ലിക്ക ഇറങ്ങി വന്നപ്പോൾ ഒരു കുന്ന് നെല്ലിക്ക ഉണ്ട്. അവിടെ കുറച്ചായി നെല്ലിക്ക ഉണ്ട്. എത്രയെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഇതെങ്ങനെ ചെയ്യവര്? അത് അല്ല, ഓരോരുത്തർ പിടിവാരി കൊടുക്കുവോ ഓരോരുത്തർക്കും? അങ്ങനെ ഉണ്ട്. ചിലപ്പോൾ ലാസ്റ്റ് ചിലപ്പം കിട്ടിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ യുക്തിപൂർവ്വം എങ്ങനെയാണ് ഈ വീതിക്കുക? എല്ലാവർക്കും ഓരോന്ന് കൊടുത്തു നോക്കും, ബാക്കിയിട്ട് പിന്നെ ഓരോന്ന് കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ വീതിക്കുക അല്ലേ. നമുക്കിപ്പോ പഠിപ്പില്ലാത്ത ആൾക്കാര് അങ്ങനെയാണ് വീതിക്കുക. കാരണം എൻ്റെ വീട്ടിലെ ചെറുപ്പത്തില് നെല്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നെല്ലിന്റെ വൈക്കോൽ തല്ലാനൊക്കെ പെണ്ണുങ്ങൾ ഇങ്ങനെ വരും. അപ്പൊ നമ്മള് ഒരു 4 പെണ്ണുങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വൈക്കോൽ തല്ലാൻ വന്നു. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ കുറെ മാമ്പഴം ഉണ്ട്, കുറെ മാവുള്ള. അപ്പൊ അവർക്ക് ഞങ്ങളുടെ അമ്മാമ്മ ഒരു കൊട്ടയിൽ കുറച്ച് മാമ്പഴം കൊണ്ടുകൊടുത്തു. അതായത് ഇവർക്ക് എണ്ണ അറിയില്ല. അപ്പൊ അവരെങ്ങനെയാണ് വിധിച്ചതെന്ന് അറിയോ നിങ്ങൾക്ക്? ഞാനത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സംഭവം ഉണ്ടായത്. ഞാൻ വളരെ കൗതുകത്തോടെ നോക്കി നിന്നു. അവർക്ക് എണ്ണ അറിയില്ലേ, സ്കൂളിൽ പോയിട്ടില്ല. പക്ഷെ അവരെങ്ങനെയാണ് വിധിച്ചതെന്നതിൽ വളരെ കൗതുകകരമായിരുന്നു. എല്ലാവരും ഓരോന്നെടുത്തു. പിന്നെ കൊട്ടയിൽ ബാക്കിയുണ്ട്. അപ്പൊ വീണ്ടും ഓരോന്നെടുത്തു. പിന്നെയും ബാക്കിയുണ്ട്. അങ്ങനെ ഓരോരുത്തരും 4 വീതം കഴിഞ്ഞപ്പോ എന്തുണ്ട്? കൊട്ടയിലെ ആ മാങ്ങ കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം ഓരോരുത്തർക്ക് എത്ര 4 വീതം കിട്ടി. 4 ആള് 16 മാങ്ങയാണ് കൊടുത്തത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ ആർക്കെങ്കിലും കുറവ് വന്നോ? അപ്പൊ നമ്മള് അറിയാത്തൊരെണ്ണം നമ്മൾ കയ്യിൽ കിട്ടുകയാണെങ്കിൽ എങ്ങനെയാ വീതിക്കുക? ഓരോന്ന് വെച്ച് എടുക്കും അല്ലേ. അത് കഴിഞ്ഞിട്ട് എന്തുണ്ടാവും? ബാക്കി ഉണ്ടെങ്കിൽ വീണ്ടും എടുക്കും അല്ലേ. അങ്ങനെ മതിയുമ്പോ നമ്മൾ നിർത്തും അല്ലേ. നമ്മൾ ഭക്ഷണം കഴിക്കലും മതിയ ആ മതി എന്ന് പറയും അല്ലേ. ഇത് തന്നെയാണ് ഇത് ആര് ഹൈഡ്രജനും ഓക്സിജനൊക്കെ വീതിച്ചെടുക്കുമ്പോ അങ്ങനെയാണ്. ആദ്യം ഓരോന്ന്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെയാണ് പിടിക്കുക. അവർ യോജിക്കുക. മനസ്സിലായി? മതിയാകുമ്പോ പിന്നെ വേണ്ടാന്ന് പറയും. ഇത് തന്നെയാണ് നമ്മുടെ ഇത്. കാരണം ഇവരൊന്നും സ്കൂളിൽ പോയിട്ടില്ലല്ലോ, അവർ കണക്കൊന്നും അറിയില്ല. ഇതൊക്കെ ഹരിച്ചും പിരിച്ചും അവരെന്ത് ചെയ്യും? ഓരോന്നെടുക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിൽ എടുക്കും. അപ്പൊ നമ്മളാണെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു ബീക്കറിൽ കുറെ ഓക്സിജൻ വിചാരിക്കുക. കുറെ ഓക്സിജൻ ഉണ്ട്. ഓക്സിജനെ നമ്മള് എങ്ങനെ ചെയ്യാം? താൽക്കാലികമായിട്ട് ഒരു വട്ടം കൊണ്ട് വരയ്ക്കേണ്ട. ഇതൊക്കെ ഓക്സിജനുകളാണ്, ഓകള്. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് ഹൈഡ്രജനെ കൊണ്ടിട്ടു. എത്രയാ കണ്ടിട്ട്? ഹൈഡ്രജനെ കൊണ്ടിട്ടു. ഹൈഡ്രജൻ ചെറുതിട്ടാ. ഹൈഡ്രജൻ ഇങ്ങനെ ഹൈഡ്രജനെ കൊണ്ട്
ഇട്ടു. അപ്പൊ ഞാൻ ഈ ഓക്സിജന്റെ അടുത്തൊക്കെ ഈ രണ്ട് വര വരച്ചിട്ടുണ്ട്. എന്താ കാരണം? ഓരോ ഓക്സിജന്റെ അടുത്ത് ഈ രണ്ട് വര വരച്ചിട്ടുണ്ട്. എന്താ കാരണം എന്നറിയും? അതിന് ഈ രണ്ട് വാലൻസിന്റെ ഈ രണ്ട് ഇലക്ട്രോണ് അത് അന്വേഷിച്ച് നിൽക്കുക. ഇപ്പൊ വരും കിട്ടുന്ന വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. ഹൈഡ്രജൻ ഇപ്പൊ ഒരെണ്ണം എല്ലാവർക്കും വേണം പറഞ്ഞ ചോദ്യം നടക്കണാര് ഹൈഡ്രജൻ. അപ്പൊ ഇതിങ്ങനെ എന്ത് ചെയ്യുന്ന വെച്ചാല് എങ്ങനെയാണ് ഇവര് പിടിക്കുക? അപ്പൊ എല്ലാ ഓക്സിജന്മാരും ഉണ്ടായിരുന്നു. അത് എന്ത് വന്നിട്ടുണ്ട് അവിടേക്ക്? ഹൈഡ്രജൻ വന്നിട്ടുണ്ട്. എല്ലാവരും എങ്ങനെ ചെയ്യും? ആദ്യം ഓരോന്നിച്ച് എടുക്കും. എങ്ങനെ എടുക്കുക അല്ലേ? പിന്നെ ഇതുണ്ടെങ്കിൽ അടുത്ത ഓരോന്നിനും എത്ര ശതമാനം വേണം? 2 ശതമാനം വേണം. പക്ഷെ കുറച്ച് ഹൈഡ്രജൻ വന്നവരിൽ എങ്ങനെ എടുക്കും? ഓരോന്നിച്ച് എടുക്കും. പിന്നെയും ബാക്കിയുണ്ടെങ്കിൽ ഓരോന്നും ഇങ്ങനെ എടുക്കും. അങ്ങനെയാണ് അത് ചെയ്യുക. അങ്ങനെയല്ല പങ്കുവെക്കുന്ന ന്യായം. അപ്പൊ ഇതിലൊക്കെ ആദ്യം ഓറഞ്ച് എടുക്കുമ്പോ ഇത് ഇവിടെ വന്ന് പിടിച്ചു അല്ലേ? ഇത് ഇവിടെ വന്ന് പിടിച്ചു. അപ്പൊ ഇവര് ജോയിൻ ചെയ്തു. ഇവര് ജോയിൻ ചെയ്തു. എല്ലാവരും ഇങ്ങനെ അപ്പൊ കഴിഞ്ഞു അല്ലേ? അപ്പൊ അവർക്ക് എന്താ പറ്റില്ല? ഈ 2 കിട്ടുമോ? ഇനി കിട്ടില്ലല്ലോ. അങ്ങനെ വരികയാണെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതൊക്കെ എത്രയാവും? OH വരും. എന്താ പറയാ? OH വരും. ഒരെണ്ണം ബാക്കിയായിട്ട് ഇത് അപ്പൊ എങ്ങനെ വരും? OH ആയിട്ട് വരും. ഇത് എന്താ പറയാ? അപ്പൊ ഇതിനെന്ത് വേണം? ഇനി ഒരെണ്ണം എന്താണ്? ഒരെണ്ണം കൂടി വേണം. എന്ത്? ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോൺ ആവശ്യമുണ്ട് OH. ഈ OHന്റെ ഒരു പേര് പറയും ഹൈഡ്രോക്സൈഡ്. എന്താ പറയാ? ഹൈഡ്രോക്സൈഡ്. ഹൈഡ്രോക്സൈഡ് എന്ന് പറയും. ഇതിന് എത്ര വാലൻസി ഉണ്ട്? ഇത് രണ്ടിനും കൂടിയിട്ട് ഒരു എണ്ണം വേണം അല്ലേ? ഒരു ഇലക്ട്രോൺ വേണം. മനസ്സിലായേ? ഇതിനെ നമ്മൾ പറയും എന്തെന്ന്? റാഡിക്കൽ. OH എന്നുള്ളത് എന്താണ്? റാഡിക്കലാണ്. അത് ഓക്സിജനും ഹൈഡ്രജനും ഓരോന്ന് ചേർന്ന് ഉണ്ടാകുന്ന ആ കോമ്പൗണ്ട് ഉണ്ടല്ലോ, ആ മോളിക്യൂള്, അതെന്താണ്? OH. അതിന്റെ വാലൻസ് എത്രയാണ്? 1, -1. ഒരു ഇലക്ട്രോൺ അതിന് വേണം. ഇത് ഒരു ആറ്റം പോലെ കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഫോർമുല എഴുതാൻ. ഒരു ആറ്റത്തെ പോലെ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യണം എന്നർത്ഥം. എന്തിനാണ്? ആറ്റത്തെ പോലെ കൺസിഡർ. അപ്പോൾ ഇതിനെങ്ങനെയാണ് നമ്മൾ ഫോർമുല? സോഡിയം ഹൈഡ്രോക്സൈഡും ചേരിക്കുക. സോഡിയവും ഹൈഡ്രോക്സൈഡും കൂടി ചേരുന്ന സോഡിയത്തിന് ഒരെണ്ണം കൊടുക്കാം അല്ലേ? +1 അല്ലേ? ഒരെണ്ണം കൊടുക്കും അല്ലേ? ഇത് ഒരെണ്ണത്തെ ഇങ്ങോട്ട് കൊടുക്കും. ഇതിന്റെ വാലൻസ് എത്രയാ? ഇതിന്റെ വാലൻസ് +1 എന്ന് പറയും കൊടുക്കുകയാണെങ്കിൽ. ഇതിന്റെ വാലൻസ് എത്രയാ? ഇതിന്റെ വാലൻസ് -1 എന്ന് വെച്ചാൽ +1ഉം ഇത് -1. അപ്പൊ ഇത് ഒന്നല്ലേ? അപ്പൊ ഇതിന്റെ 1. അപ്പൊ ഇതിന്റെ ഫോർമുല എന്തായിരിക്കും? കൂടിച്ചേരുമ്പോ N1 OH. ഈ കാൽസ്യം ആണെങ്കിൽ കാൽസ്യത്തിന്റെ എത്രയെന്ന് അറിയോ? കാൽസ്യം OH ചേരുക. കാൽസ്യം 2, ഓക്സിജൻ 1. അപ്പൊ ഇവിടെ 2 വരണം അല്ലേ? ഇതിന് 2 കൊടുക്കാൻ പറ്റും. ഒരെണ്ണം ഇനി വരും. അപ്പൊ ഇങ്ങനെ ചേരിയത് CaOH
2 അല്ലേ? ഇങ്ങോട്ടും ഇങ്ങനെ ക്രോസ് ഇട്ടാ പോരെ? മനസ്സിലായ? അപ്പോ ഈ ഇതിന്റെ OH ഇതിനെ പറയും റാഡിക്കൽ എന്ന് പറയാ. റാഡിക്കൽ. ഇതിന് റാഡിക്കൽസിന്റെ കുറച്ചൊരു ലിസ്റ്റ് ഞാൻ തരാം. അപ്പൊ റാഡിക്കൽസിന് കൂടുതൽ കുറച്ച് ഉദാഹരണങ്ങളാണ് ഇപ്പൊ നമ്മൾ ബോർഡിൽ ഞാൻ എഴുതിയിട്ടുള്ളത്. അതിന്റെ ബാലൻസിങ് കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രോക്സൈഡ് OH -1 എന്നുവെച്ചാൽ ഒരെണ്ണം കിട്ടാണ്ട് നിർത്തും. നൈട്രേറ്റ് NO3 അത് നൈട്രജൻ ഓക്സിജൻ കൂടി ചേർന്നിട്ട് അതിന് ഒരെണ്ണം ഇലക്ട്രോൺ വേണം. നൈട്രൈറ്റ് NO2 അതിന് ഒരെണ്ണം വേണം. ബൈകാർബണേറ്റ് HCO3 അതിനും ഒരെണ്ണം വേണം. പെർമാംഗനേറ്റ് MnO4 അതിനായിട്ട് ഒരെണ്ണം വേണം. അമോണിയ NH4 അതിനൊരെണ്ണം കൊടുക്കാനുള്ളതാണ് കേട്ടോ. അമോണിയ കൊടുക്കുക ചെയ്യാം. കാർബണേറ്റ് CO3 നെഗറ്റീവ് രണ്ടെണ്ണം വേണം. സൾഫേറ്റ് രണ്ടെണ്ണം വേണം. സൾഫൈറ്റ് സൾഫൈറ്റ് എന്ന് പറയുമ്പോൾ 3ഉം സൾഫേറ്റ് എന്ന് പറയുമ്പോൾ 4ഉം. എപ്പോഴും കൂടുതൽ കുറവുള്ളതിന് സൾഫൈറ്റ് എന്നും മറ്റേന് 8 എന്നും പറയും. ഇപ്പൊ നോക്കിയ കാർബണേറ്റ് ഉണ്ടോ അതിന് CO3. നൈട്രേറ്റ് NO3 നൈട്രൈറ്റ് NO2 ഉണ്ടോ. ഓക്സിജൻ കൂടുതലുള്ളതിന് 8 എന്നും പറയും, മറ്റേന് 8 എന്നും പറയും. നൈട്രൈറ്റ് അതുപോലെ കുറവുള്ളത്. അത്രയുള്ള ഒരു ശ്രദ്ധിക്കാനുള്ളത്. ഇപ്പൊ നമുക്ക് ഇത് വെച്ച് അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുക, ഓരോ ഇതുപോലെ ആറ്റം പോലെ കണക്കാക്കണം. അത് ഇതിനെ ഒറ്റ സെറ്റാക്കി 2 ബ്രാക്കറ്റിൽ ഒറ്റ സെറ്റായിട്ട് കണക്കാക്കി ഒരു ആറ്റം പോലെ കണക്കാക്കിയിട്ട് വേണം ഫോർമുല എഴുതാൻ. അപ്പൊ നമ്മൾ ഇത് സോഡിയം ഇത് ഹൈഡ്രോക്സൈഡ് ഇതിന് കാണിച്ചു. മനസ്സിലായ? അതുപോലെ നമുക്ക് ഈ നൈട്രേറ്റ് എഴുതാൻ വിചാരിക്കുക. ഇപ്പോ സോഡിയം നൈട്രേറ്റ് എങ്ങനെയായിരിക്കും എഴുതുക? നിങ്ങൾ പറഞ്ഞേ. സോഡിയത്തിന്റെ എത്രയാ? സോഡിയം നൈട്രേറ്റ് നമുക്കറിയാം. സോഡിയം എന്നുള്ളത് Na എന്ന് എഴുതാന്നറിയാം. നൈട്രേറ്റ് എന്നുള്ളത് ഇതിൽ കണ്ടുമ്പോൾ നൈട്രേറ്റ് NO3 എന്നറിയാം അല്ലേ? ഇതിന്റെ കൊടുക്കാനുള്ളതാണ് പോസിറ്റീവ് 1 അല്ലേ? ഇതിനും 1. ഇത് പോസിറ്റീവ് നെഗറ്റീവ് ആണ് നമുക്കറിയാം. അപ്പൊ അങ്ങനെ വരിക ഇതിന് NO ഒന്നും ചേർക്കണ്ട അല്ലേ? കാരണം 2 1. അപ്പൊ ഓരോന്ന് കൊടുക്കാൻ ഈക്വലായിട്ട് അത് മതി അല്ലേ? ഇനി അതേ സമയത്ത് നോക്കുക, സോഡിയം കാർബണേറ്റ് വിചാരിക്കുക. നൈട്രേറ്റ് പകരം കാർബണേറ്റ് വിചാരിക്കുക. സോഡിയം കാർബോണേറ്റ്. ഇങ്ങനെയാണെങ്കിൽ സോഡിയത്തിന്റെ എത്രയാ? Na. കാർബണേറ്റിന്റെ എത്രയാ? കാർബണേറ്റ് CO3. ഇതിന്റെ എത്രയാ? 2. ഇതിന്റെ 1. അപ്പൊ എങ്ങനെയായിരിക്കും എഴുതുക? ഇതിന് 2 വേണം വേണ്ടേ? ഇതിൽ 2 കൊടുക്കണമെങ്കിൽ 2 കിട്ടണ്ടേ? അപ്പൊ 2 1 ഇങ്ങനെ ക്രോസ് എഴുതിയാൽ മതി അല്ലേ? Na2 CO3 അല്ലേ? ഇങ്ങനെ ക്രോസ് എഴുതിയാൽ മതി അല്ലേ? അത് പഠിച്ചു. അതുപോലെ എന്താ വെച്ചാല് അമോണിയം ഹൈഡ്രോക്സ്. അപ്പൊ അമോണിയത്തിന്റെ എത്രയാ? അമോണിയം പോസിറ്റീവ് ഒന്ന് കൊടുക്കുക ചെയ്യുക അല്ലേ? അപ്പൊ അമോണിയം സൾഫേറ്റ് എന്ന് വിചാരിക്കുക. അമോണിയം സൾഫേറ്റ്. അമോണിയം എത്രയാ? അമോണിയം നോക്കുക. അമോണിയം സൾഫേറ്റ്. അമോണിയത്തിന് എവിടെയാന്ന് നോക്കിയാൽ NH4 അമോണിയം അല്ലേ? അമോണിയം ഓക്സൈഡ് വരുമോ? അമോണിയം വരും. അമോണിയം അമോണിയം എത്രയാ? NH4 അല്ലേ? NH4 ഇത് പോസിറ്റീവ് 1 ഒരെണ്ണം കൊടുക്കാം അല്ലേ? സൾഫേറ്റ് എത്രയാ? SO4 ഒരെണ്ണം വേണം അതിന് അല്ലേ? അല്ല 2 അതിന് അല്ലേ? അപ്പൊ NH4 എന്നുള്ളത് ഇതിങ്ങനെ ഇടണം കേട്ടോ. NH4 എന്നുള്ളത് 2ഉം SO4 എന്നുള്ളത് വേണ്ട അല്ലേ? SO4 അല്ലേ? ഇതാണ് അതിന്റെ ഫോർമുല.
അപ്പോൾ കാൽസ്യം സൾഫേറ്റ് അതുപോലെ നമുക്ക് ഏത് വേണമെങ്കിൽ ഇതിൽ എഴുതാം. പൊട്ടാസ്യം സൾഫേറ്റ് എങ്ങനെയാ? പൊട്ടാസ്യം സൾഫേറ്റ് പൊട്ടാസ്യത്തിന്റെ കേയ, പൊട്ടാസ്യത്തിന്റെ കേയ, സൾഫേറ്റിന്റെ കണ്ടുമുള് 2 പൊട്ടാസ്യം 1. അപ്പൊ അത് വരിക K2SO4. മനസ്സിലായില്ലേ? അപ്പോ നമ്മള് ഇത് വെച്ചിട്ട് ഫോർമുല എഴുതാൻ പഠിച്ചില്ലേ? ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് എഴുതിയാൽ മതി അല്ലേ? രണ്ടിന്റെ ഫോർമുല, അതായത് എന്താ ചെയ്യാ, ഇതിന്റെ സോഡിയം 1, ഇപ്പൊ സോഡിയം കാർബണേറ്റ് വെച്ചാൽ സോഡിയം കാർബണേറ്റ് ഇത് 2 അല്ലേ? ഇതിങ്ങനെ ക്രോസ് ചെയ്ത Na2CO3 അല്ലേ? കാരണം ഇതിങ്ങനെ ക്രോസ് എഴുതാന്ന് പഠിച്ചു, ഇവിടെ കൊണ്ട് എഴുതി ശരിയായി. 1 എഴുതില്ല എന്ന് മാത്രം. മനസ്സിലായേ? അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഫോർമുലകൾ എഴുതുക. അപ്പോൾ നമുക്ക് റാഡിക്കൽസ് ഉപയോഗിച്ചുള്ള ഫോർമുല എഴുതാനും നമ്മൾ പഠിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ അറിയ ഫോർമുലകൾ, കെമിക്കൽ ഫോർമുല എഴുതാനുള്ള ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഇതുണ്ടല്ല രാസപ്രവർത്തനം എങ്ങനെയാണ്, അതിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഇത് എഴുതുക എന്നുള്ളത്, എങ്ങനെ അത് ബാലൻസ് ചെയ്യുക എന്നൊക്കെ പഠിക്കാം. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം, ബൈ.